നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ രാശിമാറ്റങ്ങളും പല ഗ്രഹങ്ങളുടെ ശുഭയോഗങ്ങളും വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വർഷം എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും അവസ്ഥ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സമയം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നു. ജ്യോതിഷപ്രകാരം 2024 വർഷം എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെ സവിശേഷവും പ്രധാനപ്പെട്ടതുമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളെയും ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കും. ചില നക്ഷത്രക്കാർക്ക് 2024 വർഷം വളരെ സൗഭാഗ്യം കൈവരുന്ന വർഷമാണ്. ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ആണ് ഇവിടെ വിവരിക്കുന്നത്. കാർത്തിക. ഈ നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യം ഉദിക്കുന്ന സമയമാണ്. അല്പം ശ്രദ്ധിച്ച് മുന്നേറിയാൽ ജീവിതം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. ബിസിനസ്സിലായാലും ജോലിയിലായാലും ഇക്കാര്യം മനസ്സിൽ വയ്ക്കുക. ഈ സമയം കടം വാങ്ങുന്നതോ കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശുഭകരം തന്നെയായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചേരും. ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സൗഭാഗ്യം വന്നു ചേരുന്നതിന് സഹായിക്കും. രോഹിണി. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാളാണ് രോഹിണി. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് 2024. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഈ സമയം വിട്ടകലും. ആദ്യകാലങ്ങളിൽ നിങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യകാലം വന്നണയുന്ന സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് നല്ലതാണ്. ഗണേശനെ ആരാധിക്കുന്നതും ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നിങ്ങളുടെ ഭാഗ്യം ഒരുപാട് ഉയരെ എത്തിക്കാൻ സഹായിക്കും. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് നല്ല നേട്ടങ്ങൾ കൈവരുന്ന സമയം തന്നെയാണ് ഇത്. മകം. ഇത് മകം നക്ഷത്രക്കാർക്ക് കഷ്ടതകൾ വിട്ടുമാറുന്ന സമയമാണ്. തിരുപ്പതി ഭഗവാനെ ആരാധിക്കുന്നത് ഈ സമയം കൂടുതൽ ഫലങ്ങൾ നൽകും. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് സൗഭാഗ്യം മാടി വിളിക്കുന്ന സമയമായിരിക്കും 2024. നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലമാണ് മകം നക്ഷത്ര ജാതകർക്ക് മുന്നിലുള്ളത്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകും. എടുത്തുചാട്ടം ഒഴിവാക്കി സംയമനത്തോടെ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ സന്തോഷം വരും. നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും. അത്തം. ഈ നക്ഷത്ര ജാതകർക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്ന സമയമാണ് ഇത്. ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന കാലമാണ് ഇത്. സെപ്റ്റംബർ മാസം പകുതിയോടെ തന്നെ നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ ശുഭസൂചനകൾ കണ്ടു തുടങ്ങുന്നതായിരിക്കും. ഒരുപാട് സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ കൈവരും. കഷ്ടപ്പാടുകൾ വിട്ടൊഴിഞ്ഞ് നല്ല കാലം പിറക്കുന്ന സമയമാണ്. വളരെ നല്ല ഫലങ്ങളാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്കും അവരുടെ കഷ്ടതകൾ വിട്ടൊഴിയുന്ന സമയമാണ് വരുന്നത്. ധന്വന്തരി ഭഗവാനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാനാകും. ഇതുവരെ നിലനിന്നിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും ഈ കാലയളവിൽ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. പൂരാടം. മാറ്റത്തിൻ്റെ സമയമാണ് പൂരാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. 2024 വർഷം ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനാകും. ഇതുവരെ നിലനിന്നിരുന്ന കഷ്ടപ്പാടുകളൊക്കെ വിട്ടൊഴിയും. എല്ലാത്തിനും അറുതി വന്ന് നല്ല കാലം പിറക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. തടസ്സങ്ങളെ വകഞ്ഞുമാറ്റി വിജയം കൈപ്പിടിയിലൊതുക്കാനാകും. മനസ്സമാധാനവും സമ്പത്തും വന്നുചേരും. ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കും. പൂരാടം നക്ഷത്ര ജാതകർ
അയ്യപ്പ ഭജനം നടത്തുന്നത് വളരെയേറെ ഗുണം ചെയ്യും. തിരുവോണം. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം. ഒത്തിരി നല്ല നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾ വരും വർഷത്തിൽ ദർശിക്കും. നിരവധി സൗഭാഗ്യങ്ങൾ കൈവരും. കഷ്ടപ്പാടുകളെല്ലാം മാറിവരും. പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം ലഭിക്കാനാകും. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കും. ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.